ഏതൊരു മേക്കപ്പ് ആർട്ടിസ്റ്റും അവരുടെ ബ്രൈഡ് അവരുടെ ബിഗ് ഡേയിൽ ഏറ്റവും ഹൈലൈറ്റ് ആയി നിൽക്കണം എന്നാണ് ആഗ്രഹിക്കാറുള്ളത്. നമ്മുടെ ബ്രൈഡ്സിന്റെ സജഷൻസ് അനുസരിച്ചാണ് നമ്മൾ കോസ്റ്റ്യൂം സെറ്റിങ്ങും ഫേസ് സെറ്റിങ്ങും ഹെയർ സെറ്റിങ്ങും എല്ലാം ചെയ്യാറുള്ളത്. പക്ഷെ ചില ബ്രൈഡ്സ് അവരുടെ സജഷൻസ് ഒട്ടും മാച്ച് ഇല്ലാത്തത് പറയുമ്പോൾ നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ പറയാറുണ്ട് അത് മാച്ച് ആവില്ല എന്നുള്ളത്. പക്ഷെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് അവരുടെ ഡ്രീം ലുക്ക് ആയിരിക്കും. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ അത് ഒട്ടും മാച്ച് ഇല്ലാത്തതൊക്കെ ആയിരിക്കും അവർ പറയാം. അതൊന്നും നമുക്ക് കുഴപ്പമില്ല, അവർക്ക് അങ്ങനെയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്തു കൊടുക്കും. പക്ഷെ നമ്മളത് ചെയ്തു കൊടുത്തതിന് ശേഷം അവർ പറയും അയ്യേ ഇത് ഭംഗിയില്ല, നമുക്ക് ആദ്യത്തെ പോലെ തന്നെ ചെയ്യാം. ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഒരുപാട് ടൈമും നമ്മുടെ പ്രൊഡക്ട്സ് ഒക്കെ ഒരുപാട് വേസ്റ്റ് ആവുകയാണ്. സോ അപ്കമിങ് ബ്രൈഡ്സിനോടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വെഡിങ് ഡേയെ കുറിച്ച് കറക്റ്റായിട്ട് ഒരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മാച്ച് ആണോ എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യാട്ടോ. അതിനുവേണ്ടി നിങ്ങൾ കറക്റ്റായിട്ട് സ്റ്റൈൽ ചെയ്യാൻ അറിയുന്ന ആരോടെങ്കിലും സജഷൻസ് തേടുക എന്നുള്ളതാട്ടോ മെയിൻ. എന്നിട്ട് മാത്രം നിങ്ങൾ ആ ഒരു ലുക്ക് ഫിക്സ് ചെയ്താൽ മതി കേട്ടോ. അതാകുമ്പോൾ നമുക്ക് ആ ഒരു കാര്യത്തിൽ ഒരുപാട് ടൈമും പ്രൊഡക്റ്റും ഒന്നും സ്പെൻഡ് ചെയ്യണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്റ്റൈൽ നിങ്ങൾക്ക് മാച്ച് അല്ല എന്ന് പറയുകയാണെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് പറയുന്ന സ്റ്റൈലൊന്നും ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റി ചെയ്ത് തരും കേട്ടോ. ഓരോ മേക്കപ്പ് ആർട്ടിസ്റ്റും നിങ്ങൾക്ക് എന്താണോ ഭംഗി അത് നോക്കിയിട്ടാണ് ചെയ്തു തരിക. അപ്പോൾ ഈ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങളുടെ ഏറ്റവും മനോഹരമായ ദിവസം ഒന്നും കൂടെ മനോഹരമാക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.